കൊയ്ത്തുകാലം തുടങ്ങിയതോടെ പ്രതീക്ഷയുടെ നിറവിലാണ് പത്തനംതിട്ട ജില്ലയിലെ അപ്പർ കുട്ടനാടൻ ഗ്രാമങ്ങൾ. തരിശുകിടന്ന കൂടുതൽ നിലങ്ങളിൽ കൃഷി ഇറക്കിയതിന്റെ സന്തോഷമാണ് ഓരോ കർഷകരിലും. മുൻകാലങ്ങളിലേതുപോലെ നെല്ല് സംഭരണങ്ങളിലെ പാകപ്പിഴകൾ ഇത്തവണ ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയും ഇവർ പങ്കുവയ്ക്കുന്നു. കൊയ്ത്തുപാട്ടന്യം നിന്നുപോയ അപ്പർ കുട്ടനാടൻ ഗ്രാമങ്ങൾ വീണ്ടും താളാത്മകമാവുകയാണ്. വിശാലമായ പാടശേഖരങ്ങളിലെ ഏക്കറുകളോളം പ്രദേശത്ത് വിളഞ്ഞു കിടക്കുന്ന നെല്ല് കൊയ്യുന്ന തിരക്കിലാണ് ഓരോ പാടശേഖര സമിതികളും. പരമ്പരാഗത രീതിയിൽ അരിവാള് കൊണ്ടുള്ള കൊയ്ത്ത് നടത്തിയാണ് ഉദ്ഘാടനം. പിന്നീട് യന്ത്രം ഉപയോഗിച്ചാണ് കൊയ്ത്ത്. മണിക്കൂറിന് 3000 രൂപ വരെ വാടക നൽകിയാണ് കൊയ്ത്ത് യന്ത്രങ്ങൾ തമിഴ്നാട്ടിൽ നിന്നെത്തിച്ചത്. കൊയ്ത്തിനടുത്ത ദിവസങ്ങളിൽ വേനൽ മഴ പെയ്തത് പലയിടങ്ങളിലും വിളനാശത്തിനിടയാക്കിയിട്ടുണ്ട്. നനഞ്ഞ നെല്ല് സംഭരിക്കുമ്പോൾ മില്ലുകാർ തൂക്കം കുറയ്ക്കുന്നതും കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഈ കൊയ്ത നെല്ലെടുക്കുവാനായിട്ട് മില്ലുകാർ കർഷകരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടനാടൻ മേഖലയിലും ആലപ്പുഴ മറ്റ് ഇതര പാടശേഖരങ്ങളിലെല്ലാം കൊയ്ത് കഴിഞ്ഞ് അപ്പോഴെടുത്ത് നെല്ലെടുത്തുകൊണ്ട് പോയ മില്ലുകാരാണ് ഇവിടെ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ ഉണക്കി പതിര് പിടിച്ചു തരണം, ഇല്ലെങ്കിൽ അതിൻ്റെ കുറവ് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരുമെന്ന്. എങ്കിലും മുൻവർഷത്തേക്കാൾ കൂടുതൽ പാടശേഖരങ്ങളിൽ ഇത്തവണ നെൽകൃഷി ഇറക്കി കൊയ്ത്ത് നടത്തുന്നതിന്റെ സന്തോഷവും കർഷകർക്കുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി പാടത്ത് പൊന്നു വിളയിച്ചവർ സംഭരണ വിലയ്ക്കായുള്ള കാത്തിരിപ്പിലാണിനി. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.